ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. അല്ല കിസിന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചവരെ ക്ലാസ് ഉള്ളു കേട്ടോ. ശനിയാഴ്ചത്തെ ക്ലാസ്സും കഴിഞ്ഞ് ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഞങ്ങളെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിമാർ ഹോസ്റ്റലിൽ ഇപ്പോൾ 2 ആഴ്ച 2 ദിവസം ലീവ് പറഞ്ഞു പോയാൽ 4 ആഴ്ച കഴിഞ്ഞ് വന്നേക്കുന്നു. ഞാൻ എന്നെ തന്നെ കൂട്ടി പറയില്ല, ഞാനൊരു നല്ല വ്യക്തി തന്നെയാണ്. നമുക്ക് ശനിയാഴ്ച ദിവ്യകർമ്മങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയും പറഞ്ഞു, ഉമ്മരാണ് മന്തി ആട്ടാ പറഞ്ഞേ. മന്തിൻ്റെ ഒപ്പം മയണൈസ് മസ്റ്റാ, പക്ഷെ മന്തിൻ്റെ ഒപ്പം മാങ്ങാച്ചറ് കൂട്ടി കഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് മെയിൻ കലാപരിപാടി കഴിഞ്ഞെങ്കിലും ഇന്ന് എനിക്ക് വേറെ ടാസ്ക് കൂടി ഉണ്ട്. ഒരു സാധനത്തെ പൊതിഞ്ഞിട്ട് നാട്ടിലേക്ക് അയക്കണം. ആ സാധനമാണ് നടന്നു വരുന്നത്. ഇടുക്കിന്ന് ബാംഗ്ലൂരിലേക്ക് പട്ടിക്ക് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. മെട്രോ കയറാൻ അറിയത്തില്ല, ഉബറൂക്ക് തന്നെ അറിയത്തില്ല, ബസ്സിൽ കയറാനും അറിയത്തില്ല. ഇത് മുട്ടത്തറ ബാബു ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. ഈ മുട്ടത്തറ അനുവിനെ പൊതിഞ്ഞിട്ട് മെട്രോ കയറണം. ഇതാണ് നമ്മൾ അടുത്ത ടാസ്ക്. എനിക്കെന്താണ് ഡോക്ടർ ഭ്രാന്ത്? ആ ശവം കറക്റ്റ് ആയിരുന്നു. പോകുന്ന വഴിക്കുള്ള ബാഗും പൊട്ടി. ഇപ്പൊ കഴിഞ്ഞാൽ പറ്റി കുതിര പോകുന്ന പോലെ പോകുന്നത്. ഇയമ്മരുടെ വേറെ വർഗ്ഗമുണ്ട്. വെട്ടോടെ കണ്ടുകഴിഞ്ഞാൽ അവിടെ പോയി മുഞ്ഞുകുത്തി ഫോട്ടോ എടുക്കണം. എന്നിട്ട് എസ്തറ്റിക് വൈബാണ് പോലും. അങ്ങനെ ഞങ്ങൾ മെട്രോ എത്തി. മെട്രോ കയറി ഇരുന്നത് ഓർമ്മയുള്ള അടുത്ത പരിപാടി ഉള്ള ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൊമ്മനകളിൽ എത്തിയപ്പോൾ അനുവിന് ഒരേ നിർബന്ധം, എനിക്കൊരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുത്തിട്ടേ വീട്ടുള്ളൂ എന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും. ബാംഗ്ലൂർ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന കഞ്ഞിയാട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു കഞ്ഞിയും പറഞ്ഞു, അവളൊരു പൊതിച്ചോറും പറഞ്ഞു. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ സർവജ്ഞനായ നമ്മുടെ മകൻ. ഇത്ര നേരം ഒക്കെയല്ലേ ബില്ല് കൊടുക്കുമ്പോഴെങ്കിൽ നല്ല പറയണ്ടേ. അങ്ങനെ പറഞ്ഞൊന്നുമല്ലോ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കുള്ള ബസ്സും വന്നു. അങ്ങനെ അവളെ പറഞ്ഞോണ്ട് ഞാൻ നേരെ റൂമിലേക്ക്. അപ്പം വേറെ പരിപാടി ഒന്നുമില്ല. ഓക്കെ ബൈ.